ഹായ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ഞാനും വിചാരിച്ചു. നമ്മൾ കുറുമയ്ക്ക് പാത്രം വെച്ചു, പാത്രം ചൂടായി, എണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇടുക. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പം നമ്മൾ നീക്കി ഇട്ടു. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ടെപ്പോഴും വെളുത്തുള്ളി ഇടാം. നമുക്ക് വെളുത്തുള്ളി ഞാൻ ഒന്ന് പൊട്ടിച്ച് വെച്ചേക്കുന്നതാണ്. അതിനോടൊപ്പം നമുക്ക് കറിവേപ്പില ഇടാം. നമ്മളിത് ഒരു 10-30 പേർക്കുള്ള വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്, വെജിറ്റബിൾ കുറുമ. അതൊന്ന് ചുമന്ന് വന്നു. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. ഇനി നമ്മളാണ്ട് സവോള ഇടുവാണ്. സവാള ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ക്യാരറ്റും സവോളയും എല്ലാം കൂടെ ഒന്ന് വാടി വന്നു. ഞാൻ ഇതിനകത്ത് ശകലം ഒരു പൊടിക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ബീൻസ് ഇടാൻ പോകും. നമ്മൾ ഇതിനകത്ത് ഇനി ഗ്രീൻ ബീൻസ് വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിടാൻ പോവുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കിഴങ്ങ് കുക്കറിനകത്ത് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, വേവിച്ച് അങ്ങോട്ട് ഇടാം. ഇട്ടത് നല്ലതുപോലെ ഇളക്കി ഒന്നും കൂടെ ആവി ഇറങ്ങാം. നമ്മുടെ കറി ഇപ്പോൾ ഏകദേശം വാങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം വിട്ടുപോയി. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഇടുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. അത് ഇതിൽ അടി എഴുതിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തലപ്പാൽ അല്ലെങ്കിൽ 1-ാം പാൽ നമ്മൾ ഒഴിക്കുക. അത് ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം. തിളച്ച് കുറുകി കഴിയുമ്പോഴത്തേന് നമുക്കിത് വാങ്ങി സെർവ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും കരിവേപ്പിലയും കൊണ്ട് താളിച്ച് നമ്മൾ മേളിൽ ഒഴിച്ചിട്ടുണ്ട്. ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.